ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നൽമൊഴികളിലേക്ക് ഏവർക്കും സ്വാഗതം. വെള്ളസിംഹാസനത്തെക്കുറിച്ചാണല്ലോ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പഠിച്ചത്. ഈ ലോകത്തിൻ്റെ എല്ലാ നീതിന്യായ പീഠങ്ങളെക്കാൾ നീതിയുള്ള സിംഹാസനമാണ് വെള്ളസിംഹാസനം എന്ന് നാം കണ്ടു. ആകാശത്തിൻ്റെയും ഭൂമിയുടെയും നിയമങ്ങളെക്കാൾ മഹത്തായ ശക്തിയേറിയ നീതിമാനായ വ്യക്തിയാണ് ന്യായം വിധിക്കുവാൻ വെള്ളസിംഹാസനത്തിൽ ഇരിക്കുന്നത്. അത് യേശുക്രിസ്തുവാണ് എന്നും നാം പഠിച്ചു. പുസ്തകങ്ങൾ നമുക്ക് എതിരായി തുറന്നാൽ, പ്രത്യേകിച്ചും നാം പഠിച്ചിട്ടുള്ള നമുക്കറിയാവുന്ന നിയമങ്ങളും മനസാക്ഷിയും അനുസരിച്ച് ഒരു വിധിയുണ്ടായാൽ നാം എല്ലാവരും ശിക്ഷ ഏറ്റുവാങ്ങാൻ യോഗ്യരാണ് എന്നും നാം മനസ്സിലാക്കി. ഈ പരമോന്നത നീതിപീഠമായ വെള്ളസിംഹാസനത്തിൻ്റെ ന്യായവിധിയിൽ നിന്ന് രക്ഷപ്പെടുവാൻ ഒരേ ഒരു മാർഗമേയുള്ളൂ. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 12 മുതൽ 15 വരെ നമുക്ക് വായിക്കാം. വെളിപ്പാട് 20-ാം അധ്യായം 12 മുതൽ 15 വരെ. മരിച്ചവർ ആബാലവൃദ്ധം സിംഹാസനത്തിൻ മുമ്പിൽ നിൽക്കുന്നതും കണ്ടു. പുസ്തകങ്ങൾ തുറന്നു. ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും തുറന്നു. പുസ്തകങ്ങളിൽ എഴുതിയിരുന്നതിന് ഒത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്ക് അടുത്ത ന്യായവിധിയുണ്ടായി. സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. മരണവും പാതാളവും തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. ഓരോരുത്തനും അവനവൻ്റെ പ്രവൃത്തികൾക്കടുത്ത വിധിയുണ്ടായി. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. ജീവന്റെ പുസ്തകത്തെക്കുറിച്ച് നാം ഈ വാക്യങ്ങളിൽ കാണുന്നു. ഈ പുസ്തകത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഇതിൽ പേരെഴുതി കണ്ടാൽ നമുക്ക് ശിക്ഷാവിധിയില്ല. 13-ാം വാക്യം, സമുദ്രം, മരണം, പാതാളം തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു എന്ന് നാം വായിക്കുന്നു. അതുവരെ മരിച്ചവരെ സമുദ്രവും പാതാളവും മരണവും പിടിച്ചു വച്ചിരിക്കുകയായിരുന്നു. മരണത്തെയും പാതാളത്തെയും ഓരോ വ്യക്തികളായി സങ്കല്പിക്കുകയാണെങ്കിൽ ഇത് കുറച്ചുകൂടെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ ചന്തയിൽ പോയി കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ച് വീട്ടിലേക്ക് നടന്നു വരികയാണ് എന്ന് വിചാരിക്കുക. നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിച്ചതുകൊണ്ട് ഈ സാധനങ്ങളൊക്കെ നമ്മുടേതാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് നാം ഇത് വീട്ടിൽ കൊണ്ടുപോവുകയാണ്. നമ്മൾ പണം കൊടുത്ത് വാങ്ങിയതുകൊണ്ട് സാധനങ്ങൾ നമ്മുടേതാണ്. അതുപോലെ കുറച്ച് സ്ഥലം നമ്മുടെ പേരിലുണ്ട് എന്ന് വിചാരിക്കുക. ചുമ്മാ ഒരാൾ അത് എടുക്കാനൊന്നും നമ്മൾ സമ്മതിക്കുകയില്ല. പക്ഷേ ഗവൺമെൻറ്റിൻ്റെ ഒരു വികസന പദ്ധതി ആയിട്ടാണെങ്കിലോ, ഒരു റോഡിന് വീതി കൂട്ടാൻ അല്ലെങ്കിൽ റെയിൽ പാളം വരാൻ ഒക്കെ ആണെങ്കിലോ, അത് പിടിച്ചു വയ്ക്കുന്നതിന് ഒരു പരിധിയുണ്ട്, അല്ലേ? നമ്മളെക്കാൾ ശക്തിയുള്ള സർക്കാരാണ് ആ സ്ഥലം എടുക്കുന്നത്. നമ്മുടെ ആയിരുന്നു, എന്നാൽ വിട്ടുകൊടുക്കാതെ തരമില്ല. ഇതുപോലെയാണ് മരണവും പാതാളവും. അവരുടെ കയ്യിലായിരുന്നു എല്ലാ മരിച്ചവരും. അവർ എല്ലാവരെയും വെള്ളസിംഹാസനത്തിന് മുമ്പിൽ ഏൽപ്പിച്ചു കൊടുത്തു. എന്തുകൊണ്ടാണ് അവർ അങ്ങനെ ചെയ്തത്? വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 17-18 വാക്യം നമുക്ക് വായിക്കാം. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 17-18 വാക്യങ്ങൾ. അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവൻ്റെ കാൽക്കൽ വീണു. അവൻ വലങ്കൈ എൻ്റെ മേൽ വെച്ചു. ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനും ആകുന്നു. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശം ഉണ്ട്. കർത്താവായ യേശുക്രിസ്തു മരണത്തെയും പാതാളത്തെയും തോൽപ്പിച്ചു. അതുകൊണ്ടാണ് മരണവും പാതാളവും തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തത്. എല്ലാവർക്കും പുസ്തകങ്ങൾ പ്രകാരമുള്ള വിധിയുണ്ടായി. ആ വിധിയുടെ പ്രത്യേകത നാം കണ്ടല്ലോ. ഒരു ദാക്ഷിണ്യവുമില്ലാത്ത വിധി, നീതിയോടെ ഉള്ള വിധിയായിരുന്നു എന്ന് 13-ാം വാക്യം 2-ാം ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കും. 14-ാം വാക്യം നമുക്ക് വായിക്കാം. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം. എന്താണ് ഇതിൻ്റെ അർത്ഥം? ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം കത്തുന്ന, തിളച്ചുമറിയുന്ന
ഒരു തടാകമോ പുഴയോ ഒക്കെ സങ്കല്പിക്കാൻ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. അതിൽ മരണത്തെയും പാതാളത്തെയും തള്ളിയിട്ടു. എന്താണ് ഇതിൻ്റെ അർത്ഥം? ഇനി മരണമില്ല. ഉൽപ്പത്തി പുസ്തകത്തിൽ മരണത്തിൻ്റെ ഉത്ഭവം നമുക്ക് കാണാൻ സാധിക്കും. മനുഷ്യൻ്റെ അനുസരണക്കേടിലൂടെ മരണം ലോകത്ത് കടന്നുകൂടി. എന്നാൽ ഇത് രണ്ടാമത്തെ മരണം. ഇനി മരണമില്ല. മരണവും പാതാളവും എന്ന ആശയത്തെ പോലും തുടച്ചു മാറ്റുന്ന ഒരു വിധിയാണ് നാം കാണുന്നത്. 15-ാം വാക്യം നമുക്ക് വായിക്കാം. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും, പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ ശക്തിമാനെന്നോ ബലഹീനനെന്നോ വ്യത്യാസമില്ലാതെ, മത ജാതി കുലങ്ങളുടെ വേർതിരിവില്ലാതെ ഏവനെയും ജീവപുസ്തകത്തിൽ പേരെഴുതി കണ്ടില്ല എങ്കിൽ അവരെ തീപ്പൊയ്കയിൽ തള്ളിയിടും എന്ന് നാം വായിക്കുന്നു. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണണമെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കണം. വിശുദ്ധ വേദപുസ്തകത്തിലൂടെ ദൈവം കൽപ്പിച്ചിട്ടുള്ള പ്രമാണങ്ങളെ അനുസരിച്ച് ജീവിതം നയിക്കണം. ദൈവത്തിൻ്റെ സ്വഭാവമുള്ളവരായി തീരുവാൻ ദൈവകൃപയിൽ ആശ്രയിച്ച് പരിശുദ്ധാത്മാവിന് ഏൽപ്പിച്ചു കൊടുക്കുന്നവരായി മാറണം. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, യേശു എൻ്റെ പാപപരിഹാരത്തിനായിട്ടാണ് മരിച്ചത് എന്ന് ഇതുവരെ വിശ്വസിച്ചിട്ടില്ല എങ്കിൽ അപ്രകാരം വിശ്വസിക്കുക. വിശുദ്ധ വേദപുസ്തക പ്രകാരമല്ല നാം ജീവിക്കുന്നത് എങ്കിൽ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാം. അതിനായി നമ്മെ സമർപ്പിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ആമീൻ.